ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വടകരയിൽ പരാതിപ്പോര്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂ സ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ്, ഇന്ത്യ, UAE. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം രാഷ്ട്രീയ ആയുധമാക്കി LDF. UDF സ്ഥാനാർത്ഥിയും കൂട്ടാളികളുമാണ് വ്യാജ പ്രചാരണത്തിന് പിന്നിലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം സൈബർ ആക്രമണത്തിൽ മുസ്ലിം ലീഗിന്റെ ന്യൂമാഹിയിലെ പ്രാദേശിക നേതാവ് അഷ്ലമിനെതിരെ പോലീസ് കേസെടുത്തു. അശ്ലീല ആക്രമണമാണ് യഥാർത്ഥം നടന്നത്. വടകര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം വന്ന UDF സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും ചേർന്നാണ്. രാഷ്ട്രീയം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നല്ല രാഷ്ട്രീയമുള്ള മണ്ഡലം തന്നെയാണ് വടകര. അതുകൊണ്ട് അശ്ലീലം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വിജയം നേടാൻ സാധിക്കുമെന്നുള്ള തെറ്റായ പ്രതീക്ഷയിലാണ് അവർ ഈ വർക്ക് നടത്തിയിട്ടുള്ളത്. വ്യാജ വീഡിയോ ഏതു പാർട്ടിക്കാർ പ്രചരിപ്പിച്ചാലും നടപടിയെടുക്കണമെന്ന് KK രമ MLA പറഞ്ഞു. പോലീസ് നിഷ്ക്രിയമാവുകയാണെന്നും KK രമ കുറ്റപ്പെടുത്തി. തൃക്കാക്കരയിൽ തനിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തിയവരെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന് ഉമാ തോമസ് MLAയും കുറ്റപ്പെടുത്തി. ടീച്ചർക്കൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ്. ടീച്ചറുടെ ഈ ആരോപണത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ഇതൊക്കെ നേരിടുന്ന സ്ത്രീ സമൂഹം, അവിടെ ഒരു കക്ഷി രാഷ്ട്രീയവുമില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഇത് ആരാണ് ചെയ്തതെന്ന് കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ഷാഫി പറമ്പിൽ എന്ന സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിലാണ് ഇതുപോലെയുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് എന്നതാണ് CPM നേതാക്കന്മാരും LDFന്റെ സ്ഥാനാർത്ഥിയും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ നിഷേധിക്കുകയാണ്. ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് നടപടിയെടുക്കുവാനായിട്ട് പോലീസ് സന്നദ്ധരാവുന്നില്ല എന്നുള്ളത് കൊണ്ടും, അതുപോലെ തന്നെ ഈ പോലീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വകുപ്പും ഇതിൽ നിഷ്ക്രിയരായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ടുമാണ് ഇത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആവർത്തിക്കപ്പെടുന്നുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിയമസഭയിൽ തന്നെ സഭയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പുരുഷന്മാർ രമയ്ക്കെതിരെ സഭയിൽ വെച്ച് തന്നെ സംസാരിച്ച രീതികൾ നിങ്ങളെല്ലാവരും കണ്ടവരാണ്. ഇത്തരം രീതിയിൽ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, ആര് തന്നെയാണെങ്കിലും അവർക്കെതിരെ നടപടി ഉണ്ടാവണം എന്നാണ് എനിക്കും പറയുവാനുള്ളത്. വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണത്തെ UDF പ്രോത്സാഹിപ്പിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഒരു സൈബർ അതിക്രമത്തെയും UDF അംഗീകരിക്കില്ല. പാനൂരിൽ ബോംബ് നിർമ്മിച്ചത് UDF പ്രവർത്തകരെ ആക്രമിക്കാനാണെന്നും VD സതീശൻ ആരോപിച്ചു. ഒരു സ്ത്രീകളെയും അല്ലെങ്കിൽ ഒരു എതിർ സ്ഥാനാർത്ഥിയെയും പ്രശ്നോദിക്കുന്നില്ല. ഞങ്ങളതിനെ പ്രോത്സാഹിപ്പിക്കില്ല. ഇതൊക്കെ CPM നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പാനൂരിൽ ബോംബ് പൊട്ടി ക്ഷീണിച്ചിരിക്കുകയാണ് CPM. ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ ബോംബ് ഉണ്ടാക്കിയതെന്ന് മറുപടി പറയാൻ പറ്റിയിട്ടില്ല. എന്തായാലും RSSമായിട്ട് സന്ധി ചെയ്തതുകൊണ്ട് RSSകാരെ കൊല്ലാനല്ല, UDFകാരെ കൊല്ലാനാണ് ബോംബ് ഉണ്ടാക്കിയത്. മിഥില ബാലൻ വടകരയിൽ നിന്ന് വിവരങ്ങൾ നൽകും. മിഥില, ഇത് ഇടതുമുന്നണി രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വൈകാരികമായി KK ശൈലജ തന്നെ പ്രതികരിച്ചു. മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇടതുമുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, CPM സംസ്ഥാന സെക്രട്ടറി ഒക്കെ ഈ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി വരുന്നുണ്ട്. എന്താണ് UDFന്റെ പ്രതിരോധം? ഇന്ന് KK രമയും ഉമാ തോമസും അടക്കമുള്ള വനിതാ നേതാക്കളെയൊക്കെ UDF രംഗത്തിറക്കിയത് അതിൽ UDF അവിടെ പ്രതിരോധത്തിലായി എന്നതിൻ്റെ സൂചനയാണോ? എങ്ങനെയായിരിക്കും കോൺഗ്രസ് മറുപടി പറയുക ഈ വിഷയത്തിൽ? വിജയകുമാർ, നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് വടകര. എന്നാൽ ഇപ്പോൾ വടകര ശ്രദ്ധേയമാവുന്നത്, ചർച്ച ചെയ്യുന്നത് ഈ വ്യക്തിഹത്യയും ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുമാണ്. രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറം മറ്റ് വിഷയങ്ങളിലേക്ക് കൂടി ഇവിടുത്തെ പ്രചരണ രംഗം കടക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. വലിയ പ്രതിരോധത്തിലാണ് UDF നിലവിലുള്ളത്. കാരണം
കെ ശൈലജയ്ക്ക് അനുകൂലമായി സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ കെ കെ രമ വരുന്നു, ഉമാ തോമസ് വരുന്നു, ഇവരെല്ലാം പറഞ്ഞത് ഷാഫി പറമ്പിലിനോ UDF നേതൃത്വത്തിനോ ഇതിൽ യാതൊരു പങ്കുമില്ല. അതേസമയം തന്നെ സ്ത്രീ എന്ന നിലയിൽ കെ ശൈലജ നേരിടുന്ന വ്യക്തിഹത്യ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അത് ആരുടെ ഭാഗത്തുനിന്നാണോ, ഏത് പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തുനിന്നാണോ ഉണ്ടാവുന്നത്, അവർക്കെതിരെ മുഖം നോക്കാതെ നടപടി വേണം. മറ്റൊന്ന് ഗുരുതരമായ ഒരു ആരോപണം കെ രമ ഇന്ന് ഉന്നയിച്ചത്, ഇത് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ അല്ലെങ്കിൽ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകേണ്ട വിഷയങ്ങളെല്ലാം വഴിമാറ്റി ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ കൃത്യമായ ഒരു ഗൂഢാലോചന ആസൂത്രണം നടക്കുന്നുണ്ട്. അതിന് പിന്നിൽ CPM നേതാക്കളാണോ എന്ന ഒരു സംശയം തനിക്കുണ്ട് എന്ന ഒരു ആരോപണം കെ രമ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇതിനെ പ്രതിരോധിക്കാൻ UDFന് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം മുന്നോട്ട് നടത്തേണ്ടി വരും. കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിനുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കെ ശൈലജ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തൊണ്ടയിടറിക്കൊണ്ടാണ് അവർ സംസാരിച്ചത്. കെ ശൈലജയുടെ ആ വാക്കുകൾ ഇപ്പോൾ നവമാധ്യമങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു സ്ത്രീ എന്ന നിലയിൽ കെ ശൈലജയ്ക്ക് ഇത്തരമൊരു അനുഭവം ഉണ്ടായത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലും പ്രചരണം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെ പ്രതിരോധിക്കുക എന്നത് തന്നെയാണ് വരും ദിവസങ്ങളിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വടകര മണ്ഡലത്തിലുള്ളത്. മറ്റൊന്ന്, ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇന്ന് വടകര മണ്ഡലത്തിലെത്തുന്നുണ്ട്. സീതാറാം യെച്ചൂരി എത്തുന്നു. സീതാറാം യെച്ചൂരി വടകര കോട്ടപ്പറമ്പിൽ ഇന്ന് കെ ശൈലജയ്ക്ക് വേണ്ടി പ്രസംഗിക്കും. അങ്ങനെയെങ്കിൽ സീതാറാം യെച്ചൂരിയുടെ പ്രസംഗത്തിലും പ്രധാനപ്പെട്ട ഒരു പരാമർശം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധം എന്നത് കെ ശൈലജയ്ക്കെതിരെ ഉയരുന്ന ഇത്തരം ആരോപണങ്ങളും വ്യക്തിഹത്യയും തന്നെയായിരിക്കും. വിജയകുമാർ. യെസ്, ഇക്കാര്യത്തിൽ വടകരയിലെ ഈ സൈബർ ആക്രമണം ഒരു രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഇടതുമുന്നണിയും പ്രധാനപ്പെട്ട ഇടതു നേതാക്കളൊക്കെ ഈ വിഷയത്തിൽ അവരുടെ പ്രതികരണം നൽകിയിട്ടുണ്ട്. UDF അതിനെ പ്രതിരോധിക്കാൻ രംഗത്തുണ്ട്. പ്രധാനപ്പെട്ട വനിതാ നേതാക്കളെയൊക്കെ UDF ഇക്കാര്യത്തിൽ രംഗത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് വടകരയിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ചയാകുന്നത്. അതും ദേശീയ നേതാക്കളൊക്കെ എത്തുമ്പോഴും അവരും ഇത് ഏറ്റുപിടിച്ചേക്കും എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് വടകരയിൽ നിന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങൾ മറ്റന്നാൾ വിധി എഴുതും. 1625 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്. അവസാന ലാപ്പിൽ ദേശീയ നേതാക്കളെ മുഴുവൻ രംഗത്തിറക്കി പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. അതേസമയം അമേഠിയിൽ മത്സരിച്ചേക്കുമെന്ന സൂചന നൽകി രാഹുൽ ഗാന്ധി. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കാൻ തയ്യാറാണെന്ന് രാഹുൽ പറഞ്ഞു. अमेठी के बाद कांग्रेस का डिसीजन है, जो भी मुझे ऑर्डर मिलेगा मैं वो करूंगा. CEC मीटिंग हमारी पार्टी में CEC मीटिंग्स में ये डिसीजन लिए जाते हैं. बट पहला बीजेपी का क्वेश्चन, गुड क्वेश्चन, थैंक यू. അനീഷ് കെ ശിവദാസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അനീഷ്, ഈ ആദ്യഘട്ടത്തിൽ മുഴുവൻ മണ്ഡലങ്ങളും തമിഴ്നാട്ടിൽ വിധി എഴുതാൻ ഒരുങ്ങുകയാണ്. പരസ്യപ്രചാരണം അവസാനിക്കുന്നു. എന്താണ് അവിടെ നിന്നുള്ള രാഷ്ട്രീയ വർത്തമാനങ്ങൾ, കാഴ്ചകൾ? SIGമാർ ആദ്യഘട്ട വോട്ടെടുപ്പിൽ 39 ലോക്സഭാ മണ്ഡലങ്ങളാണ് തമിഴ്നാട്ടിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. ഒറ്റഘട്ടമായാണ് ഇത്തവണ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ്. പരസ്യപ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ്. നമ്മുടെ നാട്ടിലേതുപോലെ ഒരു പ്രത്യേക സ്ഥലത്ത് കേന്ദ്രീകരിച്ച് ശക്തി തെളിയിക്കുന്ന ഒരു കൊട്ടിക്കലാശം പോലുള്ള പരിപാടികൾ ഇവിടെയില്ല. അതത് മണ്ഡലങ്ങളിലെ വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തകരെ പരമാവധി സംഘടിപ്പിച്ചുകൊണ്ട് റോഡ് ഷോകളും പ്രചാരണവും നയിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. ഏതായാലും അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ പരമാവധി വോട്ടുകൾ ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് DMKയും BJPയും ഒപ്പം അണ്ണാ DMKയും പ്രചാരണങ്ങൾ നയിക്കുന്നത്. DMKയുടെ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് MK സ്റ്റാലിൻ തന്നെയാണ്. ഇന്ന് ബസന്ത് നഗറിലാണ് അദ്ദേഹം പൊതുറാലിയിൽ പങ്കെടുക്കുക. അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ, ഈ മന്ത്രിസഭയിലെ യുവജനക്ഷേമ വകുപ്പും സ്പോർട്സും കൈകാര്യം ചെയ്യുന്ന ഉദയനിധി സ്റ്റാലിൻ ഇത്തവണ കോയമ്പത്തൂരിലാണ് അതിൻ്റെ പരസ്യപ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ ചെലവഴിക്കുക. ഇവിടെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K അണ്ണാമലൈ സ്ഥാനാർത്ഥിയാകുന്നത്. അണ്ണാമലയും രാവിലെ മുതൽ തന്നെ കോയമ്പത്തൂർ മണ്ഡലത്തിൽ വാഹന പ്രചാരണങ്ങളുമായി സജീവമാണ്. ഇത്തവണ BJP ഏറെ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കോയമ്പത്തൂർ. ഒപ്പം ചെന്നൈ സൗത്ത്
തമിഴിസൈ സൗന്ദരരാജൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ശ്രദ്ധേയമായ ചെന്നൈ സൗത്ത്, ചെന്നൈ സെൻട്രലിൽ ഇന്നൊരു ഉണ്ടായ പ്രചരണത്തിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ BJP സ്ഥാനാർത്ഥിയായി എത്തുന്നത് വിനോജ് പി സെൽവം എന്ന യുവ നേതാവാണ്. അദ്ദേഹം ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ പരസ്യ പ്രചാരണത്തിൻ്റെ ആദ്യ യാത്ര ആരംഭിച്ചത് ഇന്ന് മറീന ബീച്ചിലെ MGRൻ്റെയും ജയലളിതയുടെയും സ്മാരകങ്ങളിൽ നിന്നാണ്. ഈ സ്മാരകങ്ങളിലേക്ക് അദ്ദേഹം കാൽനടയായി പ്രവർത്തകരോടൊപ്പം പോവുകയും ചെയ്തു. കൊടിത്തോരണങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അതിൽ ശ്രദ്ധേയമായ ഒരു കാര്യം BJPയുടെ കൊടികൾ ഒഴിവാക്കി എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ DMK സഖ്യവുമായി മത്സരിച്ചിരുന്ന BJP ഇത്തവണ ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജയലളിതയുടെയും MGRൻ്റെയും പിന്തുണ, MGRനെ സ്നേഹിക്കുന്ന പ്രവർത്തകരുടെ പിന്തുണ ഉറപ്പാക്കുന്നതിന് കൂടി വേണ്ടിയാണ് അദ്ദേഹം ഇന്ന് പ്രവർത്തകരോടൊപ്പം അവരുടെ സ്മൃതി മണ്ഡപങ്ങളിലേക്ക് എത്തിയത്. എന്നാൽ അവിടെ BJP കൊടി ഒഴിവാക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിക്കുകയും ചെയ്തു. മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പരിശോധിക്കുകയാണെങ്കിൽ തൂത്തുക്കുടിയിൽ ശ്രദ്ധേയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് തൂത്തുക്കുടി. DMK നേതാവും കരുണാനിധിയുടെ മകളുമായ കനിമൊഴി മത്സരിക്കുന്ന മണ്ഡലമാണ് തൂത്തുക്കുടി. ഒപ്പം മുൻ മുഖ്യമന്ത്രി O. പനീർശെൽവം മത്സരിക്കുന്ന രാമനാഥപുരം, കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ മത്സരിക്കുന്ന കന്യാകുമാരി, TTV ദിനകരൻ സ്ഥാനാർത്ഥിയാകുന്ന തേനി ഉൾപ്പെടെ വലിയ ദേശീയ ശ്രദ്ധയാകർഷിക്കുന്ന മണ്ഡലങ്ങൾ ഇത്തവണ തമിഴ്നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരം കടുപ്പിക്കാൻ BJP ഇത്തവണ ദേശീയ നേതാക്കളെ തന്നെ രംഗത്തിറക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രചാരണത്തിനായി നേരിട്ടിറങ്ങി. ഒപ്പം ദേശീയ നേതാക്കളായ JP നദ്ദ, അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ, നിതിൻ ഗഡ്കരി, ഒരു വലിയ താരനിര തന്നെ BJP തമിഴ്നാട്ടിലേക്ക് ഇറക്കി. ദക്ഷിണേന്ത്യയിൽ താമര വിരിക്കുക എന്ന ലക്ഷ്യം, ഒപ്പം ലോക്സഭയിലേക്ക് 400 സീറ്റുകൾ എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് അടുക്കാൻ ഇത്തവണ ദക്ഷിണേന്ത്യയിൽ BJPക്ക് വലിയ തലത്തിൽ സീറ്റുകൾ വേണം. അതിൽ പ്രതീക്ഷയർപ്പിക്കുന്ന ഒരു മേഖല, ഒരു സംസ്ഥാനം കൂടിയാണ് തമിഴ്നാട്. K. അണ്ണാമല എന്ന യുവ നേതാവ് അവർക്ക് ഏറെ പ്രതീക്ഷ നൽകുന്നുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ BJPയുടെ വോട്ട് വിഹിതം ഉയർത്താൻ K. അണ്ണാമലയുടെ കീഴിലുള്ള നേതൃത്വത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് BJP ആത്മവിശ്വാസത്തിന് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ അണ്ണാമലയുടെ നേതൃത്വത്തിൽ ഒരു വലിയ മുന്നേറ്റം സംസ്ഥാനത്തുടനീളം BJPക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് BJP പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ദേശീയ ശ്രദ്ധയാകർഷിച്ച ഒരു വിഷയമായിരുന്നു കച്ചത്തീവ് പോലുള്ള ഒരു വിവാദം. ഇത് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ K. അണ്ണാമല ഒരു പരിധിവരെ വിജയിച്ചു എന്നാണ് BJP നേതൃത്വം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. കാരണം കച്ചത്തീവ് പിന്നീട് ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയും വലിയ തോതിൽ കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിരോധത്തിലാവുന്ന ഒരു കാഴ്ചയും കണ്ടു. എന്നാൽ DMK അവരുടെ ചിട്ടയായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ചതുപോലെ 38 സീറ്റുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ DMK സ്വന്തമാക്കിയത്. ഇത്തവണ ഇന്ത്യ മുന്നണിക്ക് കീഴിൽ DMK അണിനിരക്കുമ്പോൾ അവർ 39 നേടിക്കൊണ്ട് ഒരു സമ്പൂർണ്ണ വിജയമാണ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ തവണ DMK. ശരി അനീഷ്, എന്തായാലും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം, അത് തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും സങ്കീർണമാണ്. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ വിധിയെഴുതുന്നത്. 1625 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ദേശീയ തലത്തിലുള്ളത്, പാർട്ടി ആവശ്യപ്പെട്ടാൽ അമേഠിയിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് രാഹുൽ ഗാന്ധി ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു എന്നതാണ്. അനീഷ് കെ ശിവദാസാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദ ഉത്തരവ് സർക്കാർ പിൻവലിച്ചു. ആനകളുടെ പരിശോധനയ്ക്ക് വനം വകുപ്പ് സംഘത്തെ നിയമിക്കാനുള്ള തീരുമാനമാണ് ഉപേക്ഷിച്ചത്. പൂരപ്രേമികളുടെ ആശങ്ക പരിഹരിക്കുമെന്ന് വനമന്ത്രിയും റവന്യൂ മന്ത്രിയും അറിയിച്ചു. വിവാദ ഉത്തരവിന് പിന്നിൽ ഉദ്യോഗസ്ഥ ഇടപെടൽ ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി K. രാജൻ പറഞ്ഞു. കൊടുത്ത നിർദ്ദേശത്തിൽ ഈ സർക്കുലറിലെ 12ാമത്തെ ഇനം പൂർണ്ണമായും പിൻവലിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഏതാനും മണിക്കൂറുകൾക്കകം ഇറങ്ങുന്നതാണ്. ഞാൻ അന്നും പറഞ്ഞതാണ്, എന്തെങ്കിലും പ്രശ്നം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് യഥാസമയം വസ്തുതാപരമായി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ന്യായമായ എല്ലാ നിർദ്ദേശങ്ങളും സ്വീകരിക്കാൻ ഗവൺമെന്റ് ഒരുക്കമാണ്. കോടതി പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുമ്പോൾ തന്നെ അനാവശ്യമായ ഒരു വെരിഫിക്കേഷൻ കൂടി വേണം. തൃശൂർ പൂരത്തിലെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് നടക്കും. സൂരജ് സജിയാണ് വിവരങ്ങളുമായി ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഈ തുടർച്ചയായ വിവാദ ഉത്തരവുകൾ ഉണ്ടാകുന്നു, പിന്നീട് അത് തിരുത്തുന്നു, അങ്ങനെ ഇറക്കുക തിരുത്തുക എന്നൊരു പ്രക്രിയയിലേക്ക് ഈ പൂരവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മാറുന്നുണ്ട്, പ്രത്യേകിച്ച് വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന്. അതിൽ ഈ ദേവസ്വങ്ങൾക്കുള്ള പ്രതിഷേധം അവർ എല്ലാ ഘട്ടങ്ങളിലും അറിയിക്കുന്നുണ്ട്. ഇന്ന് ഈ സർക്കുലറിലെ ഈ തിരുത്ത് വരുന്നതോടെ പൂരവുമായി ബന്ധപ്പെട്ട് ഈ സംഘാടകർ മുന്നോട്ട് വെച്ച ആശങ്കകളൊക്കെ പരിഹരിക്കപ്പെട്ടു എന്നാണോ കരുതേണ്ടത്?
ഒരു താൽക്കാലിക പരിഹാരമായി എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഇനി അങ്ങോട്ട് ചെല്ലും തോറും എന്താകും എന്നത് സംബന്ധിച്ച് ദേവസ്വങ്ങൾക്ക് ഇപ്പോഴും ഈ ആശങ്കകളുണ്ട്. അത് ഈ വെടിക്കെട്ടിലടക്കം ചില ആശങ്കകൾ ഇവർ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് പരസ്യമായി പ്രകടിപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ദേവസ്വങ്ങൾ പറയുന്നത്. പക്ഷെ എന്നാൽ പോലും താൽക്കാലിക ആശ്വാസമായി എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ രണ്ടാമത് ഇറങ്ങിയ ഉത്തരവിൽ 12ാം ഭാഗത്ത് പറഞ്ഞ റീഫിറ്റ്നസ് ആണ് വലിയ ആശങ്കകൾക്കിടയാക്കിയത്. അത് വീണ്ടും ഈ ആനകളെ പരിശോധിക്കുന്നതിനെല്ലാം തന്നെ ദിവസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ വേണം. അതുകൊണ്ട് തന്നെ ഇത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. അതാണ് ഈ ആന ഉടമകളെ അടക്കം പ്രകോപിപ്പിച്ചത്. പൂരത്തിന് ആനകളെ വിടില്ല എന്ന കടുത്ത നിലപാടിലേക്ക് ഈ ഉടമകളെ എത്തിച്ചത് അതാണ്. തൊട്ടു പിന്നാലെ ദേവസ്വങ്ങളും വലിയ പ്രതിഷേധം രേഖപ്പെടുത്തി. ഇതോടുകൂടിയാണ് ജില്ലയിലെ മന്ത്രിയായിട്ടുള്ള കെ രാജൻ വനം മന്ത്രിയുമായി ചർച്ച നടത്തിക്കൊണ്ട് ഇത്തരം ഒരു ഉത്തരവ് പിൻവലിക്കുന്ന നടപടിയിലേക്ക് പോയത്. എന്തായാലും ഈ സർക്കാർ നടപടി ഇപ്പോൾ ഇരു ദേവസ്വങ്ങളും സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് കെ രാജൻ പറഞ്ഞത് തുടർച്ചയായി ഈ വിവാദ ഉത്തരവ് ഇറങ്ങിയ പശ്ചാത്തലം കൂടി സർക്കാർ പരിശോധിക്കും എന്നുള്ളതാണ്. ഈ പൂരം അവസാനിച്ചതിന് ശേഷം എങ്ങനെയാണ് ഈ ഉത്തരവുകൾ ഉണ്ടായതെന്ന് സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ പരിശോധനകളിലേക്ക് സർക്കാർ കടക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ചമയ പ്രദർശനം എല്ലാം തന്നെ ഇന്ന് രാവിലെ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് ഈ വെടിക്കെട്ട് നടക്കുക. ആദ്യം തിരുവമ്പാടിയുടെ വെടിക്കെട്ട്, പിന്നീട് പാറമേക്കാവിന്റെ സാമ്പിൾ വെടിക്കെട്ട്. അങ്ങനെ ഈ സാമ്പിൾ വെടിക്കെട്ടിൽ പോലും പുതുമകൾ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അത് ഇരുവിഭാഗവും നടത്തുന്നുണ്ട്. എന്തായാലും അവസാനവട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ തകൃതിയായി പുരോഗമിക്കുന്നു. ഇനി വെടിക്കെട്ട് കൂടി എത്തുന്നതോടുകൂടി പൂരം സജീവമായി അതിന്റെ പൂർണ്ണതയിലേക്ക് കടക്കും. വിജയകുമാർ. വിവാദ സർക്കുലറുകൾ ഒന്നിനു പിറകെ ഒന്നായി ഇറങ്ങി. അത് ഇറങ്ങിയതുപോലെ തന്നെ സർക്കാർ തിരുത്തുകയും ചെയ്യുന്നുണ്ട്. ദേവസ്വങ്ങളുടെ വലിയ പ്രതിഷേധത്തിനിടെയാണ് ഏറ്റവും ഒടുവിൽ ആനകളുടെ പരിശോധനയുമായി ബന്ധപ്പെട്ട വനം വകുപ്പിന്റെ ആ സർക്കുലർ കൂടി പിൻവലിക്കുന്നത്. മാസപ്പടി കേസിൽ CMRL ഉദ്യോഗസ്ഥരായ P സുരേഷ് കുമാറും KS സുരേഷ് കുമാറും EDക്ക് മുന്നിൽ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരായി. ഇരുവരെയും ഇന്നലെയും ED വിശദമായി ചോദ്യം ചെയ്തിരുന്നു. KS സുരേഷ് കുമാർ ചില രേഖകൾ കൈമാറിയ ശേഷം ED ഓഫീസിൽ നിന്ന് മടങ്ങി. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട മാസപ്പടി വിവാദം പാർട്ടി ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. രണ്ടു കമ്പനികൾ തമ്മിലുള്ള ഇടപാട് പാർട്ടി എന്തിന് ചർച്ച ചെയ്യണം? പിണറായി വിജയനെ കടന്നാക്രമിക്കാനുള്ള ശ്രമമാണ് വിവാദങ്ങൾക്ക് പിന്നിൽ. ED ഗുണ്ടാപ്പണിയാണ് എടുക്കുന്നതെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചർച്ച ചെയ്യേണ്ടത് കാര്യമുള്ളത് അതല്ല. കമ്പനികൾ തമ്മിലുള്ള തർക്കമോ പ്രശ്നമോ എന്തൊക്കെയാണോ അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾക്കതിൽ അന്നൊന്നുമില്ല, ഇന്നും തർക്കമില്ല. ഞങ്ങൾക്കുള്ള ഒറ്റ കാര്യം അതിൻ്റെ പേരും പറഞ്ഞ് പിണറായി വിജയൻ എന്ന CPIM നേതാവിനെയും മുഖ്യമന്ത്രിയെയും അതിലേക്ക് കടന്നു ചെല്ലാൻ നടത്തുന്ന ഒരു ശ്രമത്തെയും അന്നും അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിക്കില്ല, നാളെയും അംഗീകരിക്കില്ല. ഇതാണ് നമ്മുടെ അടുത്ത നിലപാട്. വിഷ്ണു സുരേഷ് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ED വളരെ വേഗത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. കഴിഞ്ഞ 2-3 ദിവസമായി നമ്മളത് കാണുന്നുണ്ട്. എന്താണ് മറ്റു വിവരങ്ങൾ? ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണോ? വിജയകുമാർ, ശക്തമായ അന്വേഷണവുമായി ED മുന്നോട്ട് പോകുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ CMRL ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് P സുരേഷ് കുമാറിനോടും അതോടൊപ്പം മുൻ അക്കൗണ്ടന്റായ വസുദേവനോടും ഹാജരാകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവർ അല്പസമയത്തിനകം തന്നെ ഹാജരാകും. ഇതിനോടകം തന്നെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ K സുരേഷ് കുമാർ EDക്ക് മുമ്പാകെ എത്തി ചില രേഖകൾ കൈമാറി മടങ്ങി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഒരു വശത്ത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ED ബഹുദൂരം മുന്നോട്ട് പോകുമ്പോൾ മറുവശത്ത് CPM രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയാണ്. തങ്ങൾക്ക് ഈ കേസുമായി ബന്ധമില്ല, കമ്പനികൾ തമ്മിലുള്ള ഇടപാട് മാത്രമായി ചുരുക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല, ഇതിന് പരമാവധി ഈ രാഷ്ട്രീയ ബന്ധം ഉണ്ട് എന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അത്തരം മാനങ്ങളൊക്കെ ഇതിനോടകം വന്നിട്ടുണ്ട്. ഈ CMR ഉദ്യോഗസ്ഥർ സമർപ്പിച്ച രേഖകൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ EDയുടെ പരിശോധന പുരോഗമിക്കുന്നത്. വിജയകുമാർ. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. 2020 ലോകകപ്പിൽ ടീം ഇന്ത്യയുടെ ഓപ്പണർമാരായി രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി ജോഡിയെ പരിഗണിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ. റിയാൻ പരാഗ് ടീമിലെത്തിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് വിവരങ്ങൾ നൽകും. അനിൽ, വിരാട് കോഹ്ലിയെ ഓപ്പണിങ്ങിന് നിയോഗിക്കുന്നു എന്നത് ഒരുപക്ഷെ ഒരു അപ്രതീക്ഷിത തീരുമാനമാണല്ലോ. എന്തായിരിക്കും ടീം മാനേജ്മെന്റിനെ അതിന് പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? ഈ തീരുമാനത്തെ നമ്മൾ എങ്ങനെ വിലയിരുത്തണം? വിജയകുമാർ, ലോകകപ്പിനുള്ള ടീമിനെ ഈ മാസം 30-നോ അല്ലെങ്കിൽ 1-ാം തീയതിയോ ആയിട്ടാണ് പ്രഖ്യാപിക്കുക. അതിന് മുന്നോടിയായി കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും പരിശീലകൻ രാഹുൽ ദ്രാവിഡും മുഖ്യ സെലക്ടർ അജിത് അഗാർക്കറും ചേർന്ന് യോഗം ചേർന്നത്. ഈ യോഗത്തിലെ പ്രധാന വിവരങ്ങൾ, അജണ്ട ഒക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോകകപ്പ് ടീമിലേക്ക് വിരാട് കോഹ്ലിയെ പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതായത് കോഹ്ലി ലോകകപ്പ് കളിക്കാൻ ഉണ്ടാകും എന്നുള്ളതാണ്. അതിലും അപ്രതീക്ഷിതമായി വരുന്നത് കോഹ്ലി ഓപ്പണിംഗ് സ്പോട്ടിലേക്ക് വരും എന്നുള്ളതാണ് ഒരുപക്ഷെ ഞെട്ടിക്കുന്ന തീരുമാനം. നേരത്തെ ജയ്സ്വാളിനായിരുന്നു ഈ സ്ഥാനത്ത് രോഹിത്തിനൊപ്പം ഓപ്പൺ ചെയ്യാനുള്ള അവസരം പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ IPL മോശം ഫോമിലാണ് ജയ്സ്വാൾ.
ഇതോടുകൂടിയാണ് IPL-ലെ ഓറഞ്ച് ക്യാപ്പ് നിലവിൽ ഹോൾഡ് ചെയ്യുന്ന IPL-ലെ ലീഡിംഗ് സ്കോററായിട്ടുള്ള വിരാട് കോഹ്ലിയെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത്. ആരാധകർ രണ്ട് തട്ടിലാണ്. കാരണം വിരാട് കോഹ്ലിയുടെ ടോപ്പ് റൺ ഗെറ്റർ ആയതുകൊണ്ട് തന്നെ കോഹ്ലിയെ ഓപ്പണറായി ഇറക്കണമെന്ന് വാദിക്കുന്നവരുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വളരെ കുറവാണ്, 139 അടുത്ത് മാത്രമാണ്. ഒരു സ്ഫോടനാത്മകമായ ബാറ്റിംഗ് വേണ്ടപ്പോൾ ഇത്തരത്തിൽ മുട്ടിക്കളിക്കുന്ന പയ്യെ പോകുന്ന താരത്തെ ഓപ്പണിംഗിലേക്ക് കൊണ്ടുവരുമോ എന്നാണ് ചോദ്യമാണ് വരുന്നത്. മറ്റൊരു പ്രധാന കാര്യം റിയാൻ പരാഗിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ റിങ്കു സിംഗിനായിരിക്കും അവസരം നഷ്ടമാകുക. റിയാൻ പരാഗ് ഈ ടൂർണമെന്റിൽ മികച്ച പ്രകടനമാണ്, 3 അർദ്ധ സെഞ്ചുറി ഉൾപ്പെടെ റൺ ഗെറ്റർമാരിൽ മുൻനിരയിൽ തന്നെയുണ്ട്. ഈ വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിജയകുമാർ. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവാണ് വിശദാംശങ്ങൾ നൽകിയത്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.